അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദാർശനികന്മാരിൽ ഒരാളായ സയ്യിദ് മുഹമ്മദ് നഖീബുൽ അത്താസിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് ഭാഗം അദ്ദേഹത്തെക്കുറിച്ചും അറിവിൻ്റെ പാശ്ചാത്യവൽക്കരണത്തെക്കുറിച്ചും യഥാർത്ഥമായ അറിവിൻ്റെ ഇസ്ലാമിക വൽക്കരണത്തെക്കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട്. 1931 ജാവ ഇന്തോനേഷ്യയിലെ ജാവയിൽ ജനിച്ച് മലേഷ്യയിലെ വലിയ ഫിലോസഫറായി മാറിയ വലിയ പണ്ഡിതനാണ് നഖീബുൽ അത്താസ് എന്നുള്ള മഹാൻ. അദ്ദേഹം യഥാർത്ഥമായ അറിവിൻ്റെ ഇസ്ലാമിക വൽക്കരണം എന്ന സംജ്ഞയുടെ ഉപജ്ഞാതാവാണ് എന്ന് നമുക്ക് നിഷ്പക്ഷമായി പറയാൻ സാധിക്കും. എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുന്നത്? യഥാർത്ഥമായ അറിവിൻ്റെ പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത് നാം ഇന്ന് പഠിക്കുന്ന, നമ്മുടെ കലാലയങ്ങളിൽ ഇന്ന് പഠിക്കുന്ന യഥാർത്ഥമായ സയൻസും സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ നിഷ്പക്ഷമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. കാരണം പാശ്ചാത്യരുടെ കൈകടത്തൽ കൊണ്ട് അതിൽ നിന്നും യഥാർത്ഥമായ മൂല്യങ്ങളെ ഊരിപ്പിടിച്ചുകൊണ്ട് ഒരു മൂല്യരഹിത ചൂതിയിലേക്ക് അത് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അഥവാ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അറിവ് ഒരിക്കലും മൂല്യരഹിതമേ അല്ല. എന്നാലോ യൂറോപ്യന്മാരുടെ കൈകടത്തൽ കൊണ്ട് അതിൽ നിന്നും യഥാർത്ഥമായ ദൈവത്തെ എടുത്തുമാറ്റിക്കൊണ്ട് കേവലം ആത്മാവിനെ പരിഗണിക്കാതെ ഈ ലോകത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട്, ശരീരത്തെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അറിവിലേക്ക് പാശ്ചാത്യർ നമ്മുടെ അറിവുകളെ കൊണ്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാലോ അറിവിൻ്റെ ഇസ്ലാമിക വൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ അതാണ് പ്രസക്തമാവുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അറിവിൻ്റെ ഇസ്ലാമിക വൽക്കരണം? തീർച്ചയായും അറിവിൻ്റെ മോചനമാണ്. എന്തിൽ നിന്നുള്ള മോചനം? യൂറോപ്പിൽ നിന്നുള്ള മോചനം. യൂറോപ്പിൽ നിന്നുള്ള മോചനം എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്ര താളുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥമായ ശാസ്ത്രശാഖകളും അറിവിൻ്റെ ശാഖകളും ചരിത്രത്തിൽ കാണുന്നത് പോലെ ഇസ്ലാമാണ് അതിൻ്റെ ഉറവിടമെങ്കിൽ ഇന്ന് ആ ചരിത്ര താളുകളെ വകമാറ്റിക്കൊണ്ടോ അത് യൂറോപ്പിലേക്ക് എത്തി നിൽക്കുന്നതായി കാണാം. ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നും യഥാർത്ഥമായ ഉറവിടത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന നോക്കുകയാണെങ്കിൽ 26ഓളം പുസ്തകം അദ്ദേഹം ഇതിനു വേണ്ടി രചിച്ചതായി കാണാം. അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്ന് നമുക്ക് വളരെ ബൃഹത്തായി കണ്ടെത്താൻ കഴിയുന്നത് ഇൽമ് എന്നുള്ളതിൽ തസവുഫ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഒരു അറിവ് പഠിക്കുമ്പോൾ അതിൽ ദൈവിക ഇലാഹിയായ ചിന്തയുണ്ട്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് അതിൻ്റെ രൂപമാറ്റം വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് അത് സാധ്യമാവുന്നത്? അദ്ദീൻ എന്നാൽ ദൈനിൽ നിന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിനോട് ഒരു കടം ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആശയം അദബ് എന്നുള്ളതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്തെ ഇൻസാനുൽ കാമിൽ. അഥവാ അറിവിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം ഇൻസാനുൽ കാമിലാവുക എന്നുള്ളതാണ്. അതിന് അദബ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അറിവ് എന്നാൽ അറിവും അദബും കൂടുമ്പോഴാണ്. അദബ് എന്നാൽ യഥാർത്ഥമായി എന്താണ്? എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനം നൽകുക എന്നുള്ളതാണ്. അറിവിന് അറിവിൻ്റെ സ്ഥാനം നൽകുക, ദൈവത്തിന് ദൈവത്തിൻ്റെ സ്ഥാനം നൽകുക, പ്രവാചകന് പ്രവാചകൻ്റെ സ്ഥാനം നൽകുക, പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരുടെ സ്ഥാനം നൽകുക. ഇത് ഇല്ലാതാവുമ്പോഴാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മൂല്യച്യൂതികളുടെയും അടിസ്ഥാനത്തിലേക്ക് വഴിമാറുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, പാശ്ചാത്യന്മാർ അറിവ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഒരു നല്ല പൗരനെ സൃഷ്ടിക്കാനാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ അറിവിൻ്റെ വൽക്കരണം സാധ്യമാക്കുന്നത് ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാനാണ്, മനുഷ്യർക്കൊപ്പം എന്നുള്ള ആശയം വിളിച്ചു പറയാനാണ്. അതുകൊണ്ടാണല്ലോ ഈ കാലത്തിൻ്റെ നേതാവ് ശൈഖുന ഉസ്താദ് അവറുകൾ കേരളത്തിൽ നിന്നും അങ്ങോളം ഇങ്ങോളം മനുഷ്യർക്കൊപ്പം എന്നുള്ള ആശയത്തിൽ
സഞ്ചാരം നടത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും ഈ ലോകത്ത് 6 അറിവുകൾ ഫർള് ഐനായിട്ട് നിർബന്ധമായും പഠിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽ എണ്ണുന്നുണ്ട്. ഖുർആനും സുന്നത്തും ശരീഅ ലോയും ഈ ഖുർആൻ മനസ്സിലാക്കാൻ ആവശ്യമായ നഹ്വും ഗ്രാമറിക്കൽ നോളജും തിയോളജിക്കൽ സ്റ്റഡിയും ഇസ്ലാമിക്കൽ മെറ്റാഫിസിക്സും ഒക്കെ ഇന്ന് പഠിക്കൽ നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കേവലമായ ചില പാകിസ്ഥാൻ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് നിഷിദ്ധ വിമർശനം നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കണം. നാം ജീവിക്കുന്നത് ചോർന്നു പോകുന്ന ലോകത്താണ്. അറിവിൽ സത്യമേതാണ് മിഥ്യ ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധം നമ്മൾ കലുഷിതമായ കാലത്താണ്. ഇവിടെയാണ് നഖീബുൽ അത്താസ് നമുക്ക് വലിയ വഴികാട്ടിയാവുന്നത്. അദ്ദേഹം നിർമ്മിക്കുന്നത് പോലെ അറിവ് യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ നിർമ്മിതിയിലേക്ക് തന്നെ ചുവട് വെക്കണമെങ്കിൽ ഈ ലോകത്ത് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന അറിവിൻ്റെ ഇസ്ലാമികവൽക്കരണം നാം ഓരോരുത്തരും കൈക്കൊണ്ട് ആ വഴിയിലൂടെ പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.